കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ പുസ്തകത്തിന് വലിയ പ്രചാരം കിട്ടാൻ കാരണം ഈ സംഘപരിവാറിൻ്റെ കേരളത്തിലെ മീഡിയ. ഞാനൊരു ദിവസം അവിടെ കൊടുങ്ങല്ലൂർ കാവിൽ പോയത് വലിയ വാർത്തയാണ്. അതോടുകൂടി അതിന് പ്രചാരം കിട്ടിയത്. എന്ന് മാത്രമല്ല, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ചിന്താ പബ്ലിഷേഴ്സിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ രമേശനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കാരണം ഇതിനകത്ത് പുസ്തകം വേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുത്തപ്പോൾ അതിൽ വിളിച്ചിട്ട് ഈ പുസ്തകം പുറത്തിറക്കിയാൽ നിന്നെ തട്ടിക്കളയും ഭീഷണി. അതോടുകൂടി ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം കിട്ടി ഈ പുസ്തകത്തിന്. യഥാർത്ഥത്തിൽ ഇതിൽ അവസാനത്തെ ഉപസംഹാരത്തിന് പുറത്ത് അതിൻ്റെ തൊട്ട് മുമ്പെയുള്ള ഒരു അധ്യായത്തിൻ്റെ പേര് ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ എന്നാണ്. ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ. അത് പറയുന്ന കൂട്ടത്തിൽ കാവുകളുണ്ട്, കാവ് പാരമ്പര്യം. തിരുവനന്തപുരം ജില്ലയുണ്ട്, വേങ്കമല കേട്ടോ. അവിടുത്തെ ആരാധന രീതി നിങ്ങൾ പോയി നോക്കൂ, എത്ര കൗതുകരമായിട്ട കാര്യമാണ്. പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലുള്ള ആരാധന രീതിയല്ല അവിടെ കാർഷിക വിഭവങ്ങളാണ് സമർപ്പണം നടത്തുന്നത്. ഇങ്ങനെ ഓരോ ജില്ലയിലും കാണാൻ പറ്റും. കൊല്ലത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, തൃശ്ശൂരുണ്ട്, ഓരോ ജില്ലകളിൽ. അങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ തെയ്യങ്ങൾ, കളിയാട്ടങ്ങൾ, ഇതാണ് തെയ്യങ്ങൾ. മുത്തപ്പൻ, ഇവിടെ നിന്നല്ലേ ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടി ഭക്തന്മാർ പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് ബ്രാഹ്മണീയമല്ലാത്ത ഒരു ആരാധന രീതി, കീഴാള ജനവിഭാഗങ്ങളുടെ ആരാധന രീതി, മനുഷ്യൻ തന്നെ ദൈവമാകുന്ന രീതിയിൽ മനുഷ്യൻ തന്നെ ദൈവമായി മാറുക. അതായത് ദൈവമാണ് തെയ്യമായി തൽഭവം വരുന്നത്. ഈ തരത്തിലുള്ള കീഴാള ആരാധനാ രീതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പലയിടത്തും പോയി. ആ കൂട്ടത്തിൽ യാദൃശ്ചികമായിട്ടാണ് കൊടുങ്ങല്ലൂർ എത്തിയത്. എറണാകുളത്ത് പോകേണ്ട ഒരാവശ്യത്തിന് അവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കാവിനെ പറ്റി ഇതിൽ പറയുന്നു. കൊടുങ്ങല്ലൂർ കാവെന്ന് പറയുന്നത് കാവുകളുടെ കാവാണ്. മറ്റേ ബ്രാഹ്മണീയ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യമല്ല കാവുകൾക്കുള്ളത്. അപ്പോൾ കാവുകളുടെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ കാവൊന്ന് സന്ദർശിക്കണം. കാരണം അവിടെ കോഴിക്കല്ലുണ്ട്. എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കോഴിക്കല്ല്. അപ്പോൾ കോഴിക്കൊല്ലെന്ന് കാണണം. അപ്പോൾ ഞാൻ പോയി കോഴിക്കല്ല് കണ്ടു. എന്ന് മാത്രമല്ല, അവിടെ തവിട്ട് മുത്തി, മനസ്സിലായില്ലേ? തവിട്ട് മുത്തിയുണ്ട്. അപ്പോൾ തവിട്ട് മുത്തി എന്ന് പറഞ്ഞാൽ ഈ കാർഷിക വിള എടുത്തു കഴിഞ്ഞാൽ നെല്ലുൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ തവിടുണ്ടാവും. ഇവിടെയും തവിട് എന്നല്ല പറയാം. അരി, നെല്ല് കുത്തി അരിയാക്കുന്ന അവസരത്തിലുള്ള തവിട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ നല്ലോണം തവിട് കഴിക്കും. കാരണം വിറ്റമിൻ സി ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ്. അപ്പോൾ ഈ തവിടാണ് അവിടെ അർച്ചന ചെയ്യുന്നത്. അത് ഈ കോവിലിൻ്റെ പുറത്താണ്. തവിട്ട് മുത്തി എന്നാണ് ആ മൂർത്തിയുടെ പേര്. മൂർത്തി, ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, മൂർത്തി. അതിനപ്പുറത്ത് വസൂരിമാലയുണ്ട്. ഉത്തര കേരളത്തിലെ തെയ്യങ്ങളിൽ വസൂരിമാലയുണ്ട്. എൻ്റെ തറവാട്ട് ക്ഷേത്രത്തിലും വസൂരിമാലയുണ്ട്. അവിടെ കാവിൽ വസൂരിമാലയുണ്ട്. അപ്പോൾ വസൂരിമാലയും കോവിലിന് പുറത്താണ്. എന്നാൽ ഈ കോവിലിനകത്ത് ഒരടച്ചിട്ട മുറിയുണ്ട്. അതാണ് ഐതിഹ്യത്തിൽ ചരിത്രമുണ്ട്, ചരിത്രത്തിൽ ഐതിഹ്യത്തിൻ്റെ ഭാഗങ്ങളുണ്ടാകും. എല്ലാം വസ്തുനിഷ്ഠമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഈ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടു കൂടി പഠനം നടത്തിയിട്ടുള്ള ശ്രീ VT ഇന്ദുചൂടൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ദി സീക്രട്ട് ചേംബർ എന്നാണ്, രഹസ്യ അറ. അപ്പോൾ ഞാൻ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് ഒരു രഹസ്യ ഉള്ളതായിട്ട് വായിച്ചല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞ് രഹസ്യ അറയുണ്ട്, ഒരു മുറി പൂട്ടിയിട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ബൗദ്ധ പാരമ്പര്യവുമായി കണ്ണി ചേർത്തതാണ് എന്നാണ് ഇന്ത്യയുടെ പറയുന്നത്. അപ്പോൾ അതും കണ്ട് പുറത്തിറങ്ങിയപ്പോൾ പലരും വീഡിയോ എടുത്തു. അത് വാർത്തയായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാണ് ഈ കാവ് സന്ദർശിക്കുന്നത്? അത് ദർശനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഞാൻ പിന്നീട് വിശദമാക്കി, ദർശനവും സന്ദർശനവും തമ്മിൽ വ്യത്യാസവും. അതാണ് എൻ്റെ തറവാട്ടിലുള്ള ആരാധനാലയത്തിൽ. അവിടെ ഞാൻ വാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പോകാറുണ്ട്. എൻ്റെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരെല്ലാം കാണും. ഇത്തരം ഉത്സവ സ്ഥലങ്ങൾ വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല. ആ വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർക്കണം. അതാണ് വർഗീയതക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ
പോയപ്പോൾ സ്വാഭാവികമായിട്ടും ജനം TV ഇതൊരു വാർത്തയാക്കിയതിൻ്റെ പിന്നിൽ എന്താ? ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് അമ്പലത്തിൽ കാര്യം, കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് ഇങ്ങനെ ആത്മീയ കേന്ദ്രങ്ങളിൽ കാര്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതൊക്കെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രമുണ്ട്, പഴശ്ശിരാജാവിൻ്റെ ക്ഷേത്രം, കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള പിന്നെ കൊത്തുപണികളെ കാണാൻ പറ്റും. കൊത്തുപണികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്തുള്ള പച്ചപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തെറിപ്പാട്ട്. മനുഷ്യൻ്റെ ലൈംഗികതയെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്ന നിലയിലുള്ള പച്ചപ്പാട്ടുകൾ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന തീർത്ഥാടകന്മാർ മുമ്പ് കാലത്തൊക്കെ പരസ്യമായിട്ട് ഉന്നയിച്ച് ഇപ്പോൾ ഉണ്ട് തെറിപ്പാട്ടുകൾ. അവിടെ വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തൃക്കൈക്കുന്ന് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ മരത്തിലുള്ള കുത്തുപണികൾ നോക്കുമ്പോൾ ലൈംഗിക ക്രിയകൾ തന്നെയാണ്, മനസ്സിലല്ലേ? കാമശാസ്ത്രത്തിൽ എന്തെല്ലാം ലൈംഗിക ക്രിയകളുണ്ടോ അതൊക്കെ കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കലാരൂപങ്ങൾ മാത്രമല്ല, ക്ഷേത്രകലകൾ. ആ ക്ഷേത്രകലകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികൾക്ക് മാത്രമുള്ളതാണോ? അല്ല, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരാധനാലയങ്ങളും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, യാതൊരു സംശയമില്ല. എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മതാരാധനയുടെയും ഒരു അംശവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെവരെല്ലാം ഇടപെടുന്നുണ്ടോ ഒന്നും അന്യമല്ല. മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ സമൂഹത്തിലുള്ളത് എല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്വേഷിക്കാം, പഠിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ, അത് തന്നെ ബന്ധം.